ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ കയറിയത് എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ എന്നുള്ള ആലോചനയിലാണ്. തലേന്ന് ഒന്നും ഞാൻ പ്രിപ്പറേഷൻ ഒന്നും ചെയ്ത് വെക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ തലപുകഞ്ഞ ആലോചനയില്ല. ഇന്നാണെങ്കിൽ കുറച്ച് അധികം പണികളും കാര്യങ്ങളിലും ചെയ്ത് തീർക്കണമെന്നല്ല മനസ്സിൽ കണക്കൂട്ടിയ ദിവസമായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ അധികം തലേന്ന് ഒരു പ്ലാനിങ് ഇല്ലാതെ കിടന്നാൽ അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ടെല്ലാം കിടക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പണിയാണ് ഇടിയപ്പവും തേങ്ങാപ്പാലും. പിന്നെ വേറെ 2 ഐറ്റംസും കൂടിയുണ്ട്. ചില സമയം കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇടിയപ്പം തേങ്ങാപ്പാൽ. പിന്നെ വേറൊരു ഓപ്ഷനാണ് പുട്ടും പഴവും. ഇങ്ങനത്തെ ഓരോ തട്ടിക്കൂട്ട് പരിപാടി ചില രാവിലെകളിൽ ചെയ്യാറുണ്ട്. കാരണം മടിയുള്ള ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന 2 ഐറ്റംസാണ്. ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഇതാ വേഗത്തിൽ നമ്മൾ ഇടിയപ്പത്തിനെല്ലാം മാവെല്ലാം കുഴച്ച് ഇടിയപ്പം വേഗം റെഡിയാക്കി അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. മക്കളെ മദ്രസയിലേക്കെല്ലാം അയച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. ഇനിയിപ്പോൾ ഷെമീർക്ക് എണീച്ചിട്ട് വേണം ഷെമീർക്കാക്ക് കുറച്ച് പണിയെല്ലാം കൊടുക്കാൻ. എപ്പെങ്കിൽ കൂടുതൽ കിട്ടുന്ന ഒരു അവസരമാണ് ഇക്കാക്ക് പണി കൊടുക്കൽ. ഇന്ന് കുറച്ചധികം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇക്കാനെ കൊണ്ട് കുറച്ച് ചെയ്ത് തീർപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ചില സമയങ്ങളിലേ അങ്ങനത്തെ അവസരങ്ങളെല്ലാം കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മുതലെടുക്കണ്ടേ. അങ്ങനെ ഇന്നാണെങ്കിൽ ഇക്ക കുറച്ച് ലേറ്റായിട്ട് പോയാലും മതി. അങ്ങനെ ഇതാ ഇക്ക എണീച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അടുക്കളയുള്ള പണിയെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ച് തീർന്നാൽ ഇക്കാൻ്റെ ഒപ്പം പോയിട്ട് ഓരോന്ന് ചെയ്യേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യുമല്ലോ. അങ്ങനെ മക്കളും മദ്രസ വിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ചില സമയങ്ങളിൽ മീൻ വരാറ് ഞാൻ അധികം വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ, രാവിലെ തന്നെ മീൻ വരും, പിന്നെ മീൻ വരില്ല. അങ്ങനെ 8 മണിയാകുമ്പോഴേക്കും മക്കളെല്ലാം എത്തി. മക്കൾ വന്ന പാടന്നെ ഇക്കാനും മക്കളെയും ഞാൻ മീൻ വാങ്ങാൻ വേഗം പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചക്കരക്കല്ല് മാർക്കറ്റിൽ പോയിട്ട് വേണം വാങ്ങാൻ. അങ്ങനെ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇത് മക്കളെ കുറച്ച് സ്കൂളിലെ ബുക്സാണ്. കഴിഞ്ഞ വർഷത്തെല്ലാം കുറച്ചധികം തന്നെ ഉണ്ട്. ഞാനിങ്ങനെ എടുത്ത് വെക്കൽ ആണ് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നോട്ട്സ് എല്ലാം കുറേയെല്ലാം വേണ്ടാത്തതെല്ലാമായിട്ട് മക്കളിങ്ങനെ അതെല്ലാം ഓരോ കളിക്കാനും ഇതാക്കാനെല്ലാം എടുത്തിട്ട് കുറേ പേജെല്ലാം അങ്ങനെ പറിച്ച് കളിച്ച് അങ്ങനെ കുറേ വെറുതെ പായാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നോട്ട്സെല്ലാം വെറുതെ കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കെല്ലാം അവിടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കെല്ലാം എടുത്ത് വെച്ചിനെ. ഇക്ക അതൊന്നും എടുത്ത് വെക്കുന്നില്ലേനു. ഇക്ക എല്ലാം കളയുക, വെറുതെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ കച്ചറ കൂട്ടണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്നെല്ലാം എടുത്ത് വെക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ കുറച്ചെല്ലാം എടുത്ത് വെച്ച് ബാക്കിയെല്ലാം ഇതാ ഇക്ക എല്ലാം എടുത്ത് ചാക്കിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പണിയാണ് നമ്മളിത്. നമ്മളെ മുമ്പിൽ കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ വണ്ടി കയറുന്ന സ്ഥലത്ത് മുമ്പിൽ ഇങ്ങനെ സിമൻറ്റ് കൊണ്ട് തേച്ചിട്ടുള്ളത്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പച്ചപ്പ് വരും. അത് നമ്മൾ മക്കളെല്ലാം പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ എല്ലാം തിരക്കിട്ട് പോകുന്ന സമയത്തെല്ലാം വഴുക്കുന്നുണ്ട് വല്ലാണ്ട്. സാധാരണ ഇത് നേരത്തെ ചെയ്യലാണ്. മഴ തുടങ്ങി ഒരു പൈതിയാകുമ്പോൾ തന്നെ നമ്മൾ ഇതിങ്ങനെ ബ്ലീച്ചിങ് പൗഡറെല്ലാം ഇട്ട് റെഡിയാക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യവും അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. കുറച്ച് നല്ല ലേറ്റും ആയിട്ട് നല്ലോണം വഴുക്കലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഇന്ന് ഇക്കാക്ക് കുറച്ചധികം പണി കൊടുക്കാൻ. ഇത് കുറച്ച് ഭയങ്കര ടാസ്ക്കാണ്. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. തലേന്ന് ഇതിൻ്റെ പൊടിയെല്ലാം ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് ഉരച്ച് കഴുകിയാലാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ വഴുവഴുപ്പെല്ലാം പോകും. പക്ഷെ നമുക്ക് ക്ഷമയില്ല, എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും പോക്കിയെടുക്കണ്ടേ. കാരണം നമ്മൾ മഴയത്ത് ഇങ്ങനെ കുട്ടികളെ വണ്ടിയെല്ലാം വരുമ്പോൾ തിരക്കിട്ടോടുമ്പോൾ എല്ലാം ബൈക്ക് വീഴാനുള്ള സാധ്യതയില്ലേ. അതുകൊണ്ട് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വേഗം അതെല്ലാം ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്ത് ഇനി ഇൻഷാല്ല ഒന്നും കൂടി ഒന്ന് ഉരച്ച് കഴുകണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതാ മക്കളെ സൈക്കിള് ഞാൻ വെക്കേഷന് പുറത്തിറക്കി കൊടുത്തതിനു. പിന്നെ അത് അങ്ങനെ തന്നെ പുറത്ത് തന്നെ മഴ കൊണ്ടിട്ടല്ലേ ഇങ്ങനെ പുറത്ത് തന്നെ ആയി. ഇതങ്ങനെ ഇവിടുന്ന് ഓടിക്കാൻ അങ്ങനെ പറ്റില്ല. ജില്ല ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ അങ്ങനെ പറ്റാറില്ല. പിന്നെ അവർക്കൊരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറക്കി കൊടുത്ത. ഞാൻ അധികം ഉള്ളിൽ തന്നെ കളിക്കാനാണ് വിടല്. മേലേല് മുകളിൽ
കുറച്ച് സ്ഥലമുണ്ട് ഹോളിൽ. അപ്പോൾ അവിടെ നിന്ന് കളിക്കലേനു. പിന്നെ ഇപ്രാവശ്യം എന്തോ ഒരു ദയ തോന്നിയിട്ട് ഞാൻ അങ്ങനെ പുറത്തിറക്കി കൊടുത്തു. അങ്ങനെ ഇക്ക അവിടുന്ന് സൈക്കിളെല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ചളിയെല്ലാം പിടിച്ചിനി മഴയെല്ലാം കൊണ്ടിട്ട്. പിന്നെ ചെറിയ മോളെ സൈക്കിള് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ടയറിനെല്ലാം ചെതലെല്ലാം പിടിച്ച് ടയറെല്ലാം നാശാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയ സ്ഥലത്തെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുന്ന. ഇപ്പം അങ്ങനെ കുഞ്ഞടിച്ചു വാരാനൊന്നും പറ്റുന്നില്ല, എന്നാലും വേറെ വഴിയില്ലല്ലോ, അടിച്ചു വാരിയല്ലേ പറ്റൂ. അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഇക്ക പിന്നെ പോകാൻ സമയമായതുകൊണ്ട് വേഗം ഫുഡെല്ലാം കഴിച്ച് ഷിമർക്ക് പണിക്ക് പോയി. ഇനിയിപ്പോൾ ഞാനും മക്കളും ഫുഡ് കഴിക്കലാം. പിന്നെ ഇത് എനിക്കിപ്പോൾ രാവിലത്തെ കുറച്ച് കായ് വാട്ടി ബാക്കിയുണ്ടേനു, മക്കള് മദ്രസ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒപ്പരം ഞാൻ പഞ്ചസാര കൂട്ടാണ്ട് ഇതും കൂട്ടി തിന്നാന്ന് വിചാരിച്ചിട്ട് അത് ഒപ്പരം കഴിക്കല. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നമ്മളിപ്പോൾ പഴം സ്റ്റൂ ഉണ്ടാക്കൂലേ, നമ്മൾ ഷെഫ് പിള്ളൻ്റെ ഒരു ഫേമസ് റെസിപ്പി ഇല്ലേ ഇടിയപ്പത്തിന് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കുന്നത്, അതേപോലത്തെ ടേസ്റ്റെല്ലാം ഫീൽ ചെയ്തിന്. പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഈ ക്ലീനിങ് പരിപാടി നടക്കുന്ന നടുവിൽ ഞാൻ ചോറിന് വേഗം വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന നടുവിൽ ഇവിടുന്ന് നമ്മൾ ചോറ് വേഗം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയത് മീൻ കുട്ടി അയിലയും ആവോലിയാണ്. ഒരാവോലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രിത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഇത് അയില മുളകിട്ട് കറിയും ഉണ്ടാക്കാം, ഇത് മീൻ ആവോലി പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആവോലി വേഗം ഞാനിതാ മുളകിലിട്ട് ഒന്ന് പെരക്കിയെടുത്ത് വെക്കട്ടെ. എന്നാലും കുറച്ച് നേരം വെച്ചാലല്ലേ കുറച്ച് അതിന് ഉപ്പും മുളകുമെല്ലാം പിടിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ വേഗം അപ്പാടനെ പൊരിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല, മീനിൻ്റെ ഉള്ളിലൊന്നും ആ മസാല ഒന്നും പിടിക്കൂല. അതുകൊണ്ട് ഇതാദ്യം ഒന്ന് പെരക്കി വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിനുശേഷം നമുക്കൊന്ന് മുളകിട്ടെടുക്കണം. അയില ഉച്ചക്ക് മുളകിട്ടാൽ രാത്രിത്തേക്ക് നമുക്ക് എന്തെങ്കിലും ദോശയോ പത്തില ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ മുളകിട്ട കറിയിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഉള്ളി കൊടുക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഉള്ളി ചേർക്കാറില്ല മുളകിട്ട കറിക്ക്. ഞാൻ ഉള്ളി ഇടും കുറച്ച്, ചെറിയ ഉള്ളിയാണ് അധികം ഇടാറ്. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി കഴിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വലിയുള്ളി ഒരു ചെറിയൊരു ഭാഗം എടുത്തിന്. പിന്നെ ഇതാ നമ്മളെ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിന്. അത് ഞാൻ വീഡിയോയിൽ എടുത്തതിന് പക്ഷെ എങ്ങനെ കട്ടായി പോയെന്ന് അറിയില്ല. അങ്ങനെ ഉലുവ ഇട്ടുകൊടുത്തതിന് ശേഷം ഉലുവ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതിനുശേഷം ചെറിയുള്ളി, ഞാൻ പറഞ്ഞല്ലോ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. ഞാൻ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് വയന്ന് വരട്ടെ. അതൊന്ന് നല്ലോണം ഉടഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഞാനിപ്പോൾ എൻ്റെ കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ടീസ്പൂണെല്ലാം ഒന്ന് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പൊടിയെല്ലാം കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാൻ, അതിൻ്റെ പച്ചച്ചോയ മാറുന്നവരെ നല്ലൊന്ന് ഇളക്കി, അതിൻ്റെ ഒരു കുത്തലെല്ലാം മാറുന്നവരെ ഇളക്കി ചെറിയ തീയിൽ ഇളക്കിയെടുത്ത് അതിന് ശേഷം നമ്മൾ പുളിവെള്ളം, നമ്മൾ ഇവിടെ കുടംപുളിയല്ല ചേർക്കുന്നത്, വാളംപുളിയാണ്, അത് ചേർത്ത് കൊടുക്കുക. കുടംപുളി ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചേർത്ത് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് നമുക്ക് കറിക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് അതൊന്ന് നല്ലോണം തിളക്കുക.
അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തിളച്ച് നല്ല ഒന്ന് അതെല്ലാം പൊടികളെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. അതിന് ശേഷം നമുക്കിതിൽ നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മീൻ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ മീനെല്ലാം അതിൽ കിടന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച് വന്നിട്ട് മീനിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നല്ലോണം കുറുകി വരുമ്പോൾ അതിന് എന്തെല്ലാം ആവശ്യമുള്ളതെന്നെല്ലാം നോക്കി കുറച്ച് നേരം അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഈ തിളക്കുന്ന സമയത്താണ് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കൽ. കറിവേപ്പിലും പിന്നെ ആവശ്യത്തിന് ചില സമയത്ത് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പും കഴിഞ്ഞിട്ടുള്ള, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ നമ്മളിന്ന് ബീട്രൂട്ട് വറവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചധികം തന്നെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ബീട്രൂട്ട് വറവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കുറച്ച് നല്ലോണം ചിലവാകുന്ന കാര്യമായതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് കടി പൊട്ടിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഇത് നെയ്യിൽ കിടന്ന് ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വറവിൻ്റെ കാര്യം അവിടെ റെഡിയായി. ഈ ബീട്രൂട്ട് വറവ് എൻ്റെ ചെറിയ മോളിൽ ലൂലു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾ ആകെ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവമേ ഉള്ളൂ. അപ്പോൾ ഓക്ക് ഇത് കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കൊടുക്കാറുണ്ട്. ബാക്കി എല്ലാ വെജിറ്റബിളും കൊടുത്താൽ തന്നെ അത് കഴിക്കാണ്ട് അങ്ങനെ വെക്കും, തീരെ കഴിക്കൂല. വെജിറ്റബിൾ കുട്ടികളെ കഴിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. കാരണം തീരെ വെജിറ്റബിൾ കഴിക്കൂല. എങ്ങനെ കൊടുത്താലും അത് പെറുക്കി ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ഇതാ നമ്മളെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ മസാല പുരട്ടി വെച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഫുള്ള് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മളെ പച്ചമുളകില്ലേ അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നെയ്യിൽ. അത് നമുക്ക് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോറിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം അടുപ്പിൽ ഒരു ഭാഗത്ത് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ട് ഞാനിത് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളെല്ലാം വേഗം കഴുകിയെടുക്കലാണ്. ഈ സമയത്ത് തന്നെ ചെയ്തിട്ടില്ലെങ്കിലേ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം വേഗം ഒന്ന് കഴുകിയെടുത്തിട്ട് സിങ്കലിലൊന്ന് വേഗം കാലിയാക്കി എടുക്കലാണ്. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ നമ്മളെ ജോലി അങ്ങ് തീർന്ന് ഇനി വൈകുന്നേരം ചായൻ്റെ പരിപാടിക്ക് അടുക്കളയിൽ വന്നാൽ മതി. പിന്നെ ഇത് നമ്മളെ ബീട്രൂട്ട് വറവ് സെറ്റായി. നമ്മളെ മീൻ ഇത് ഇവിടുന്ന് പൊരിയുന്നുണ്ട്. നല്ല രീതിയിൽ പൊരിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് പൊരിയണം. ഇവിടെ എല്ലാവർക്കും അനക്കടക്കും, ഞാനും അങ്ങനെ തന്നെയാണ് കഴിക്കൽ. അനക്കും അങ്ങനെ തന്നെ ഇഷ്ടം. നല്ലോണം പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കഴിക്കും. അതുകൊണ്ട് ഇത് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിക്കും, പിന്നെ നല്ലോണം സ്ലോയിൽ വെച്ചിട്ട് കുറച്ച് നേരം നല്ല മുരിച്ചെടുക്കലാണ്. അങ്ങനെ മീനെല്ലാം പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെന്നാ ചോറ് കഴിക്കലാണ്. അപ്പോഴത്തേക്ക് മക്കൾക്കെല്ലാം നല്ലോണം വിശന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയമായി ക്ലീനിങ് പരിപാടിയെല്ലാം നടന്ന് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ കയറുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതാ മോക്ക് ഫുഡ് വിളമ്പി കൊടുക്കലാണ്. നല്ല മീൻകറിയും പിന്നെ ബീട്രൂട്ട് വരവും ആവോലി പൊരിച്ചതാണ് നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഇനി ഇതെല്ലാം കൂട്ടി കഴിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.